ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശ്വാസികളുടെ പ്രാർത്ഥനാ യജ്ഞം ഈസ്റ്റർ ദിനത്തിലും തുടർന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശ്വാസികളുടെ പ്രാർത്ഥനാ യജ്ഞം ഈസ്റ്റർ ദിനത്തിലും തുടർന്നു. വിശ്വാസികൾക്ക് പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ ദിവസങ്ങളിൽ കല്ലറകളിൽ പ്രാർത്ഥിക്കുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും സെമിത്തേരി പൂട്ടി ഓർത്തഡോക്സ് വിഭാഗം തടസ്സം സൃഷ്ടിക്കുന്നതിനെതിരെ പെസഹ വ്യാഴം മുതൽ ആരംഭിച്ച പ്രാർത്ഥനാ യജ്ഞമാണ് 4ാം ദിനവും തുടർന്നത്. ശനിയാഴ്ച രാത്രി ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് ശേഷം നൂറുകണക്കിന് വിശ്വാസികൾ മാതൃദേവാലയത്തിന് മുന്നിലെത്തി മരിച്ച ദൈവികർക്കും വേദികർക്കും വിശ്വാസികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ധൂപാർപ്പണവും നടത്തി. എന്തു ത്യാഗങ്ങൾ സഹിച്ചും പൂർവികർ കാണിച്ചു തന്ന പരിശുദ്ധ അന്ത്യോക്യ വിശ്വാസത്തിൽ നിന്നും അണവിട്ട് വ്യതിചലിക്കാതെ മുന്നോട്ടു പോകുമെന്ന് വിശ്വാസികൾ പ്രതിജ്ഞയും ചൊല്ലി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കോടതി വിധി ഉണ്ടായിട്ടും സെമിത്തേരിയിലെ പ്രാർത്ഥന തടഞ്ഞ് നീതി നിഷേധിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്ന് യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ ബാവ ആവശ്യപ്പെട്ടു. ഉയർപ്പ് പെരുന്നാൾ സന്ദേശ വേളയിലായിരുന്നു ശ്രേഷ്ഠ ബാസിലിയോസ് ജോസഫ് കത്തോലിക്ക ബാവ ഇക്കാര്യം സൂചിപ്പിച്ചത്. ഇപ്പോൾ ചാലിശ്ശേരി പള്ളിയിൽ കുറച്ച് ദിവസങ്ങളായി അവിടെയുള്ള ദൈവമക്കൾ അവരുടെ പിതാവിന്റെയും മാതാവിന്റെയും പൂർവികരുടെ കുഴിമാടങ്ങളിൽ പോയി എന്ന് പ്രാർത്ഥിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു സമൂഹം സെമിത്തേരിയുടെ ഗേറ്റൊക്കെ പൂട്ടിയിടുക, അങ്ങനെ ഒരു ചരിത്രം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സെമിത്തേരി പൂട്ടിയിടുക എന്നത് അവിടെ ആത്മാക്കളെ ബന്ധനത്തിലാക്കുകയാണോ? അവരെ ബന്ധനത്തിലാക്കുകയാണോ ചെയ്യുന്നത്? എല്ലാവർക്കും എപ്പോഴും കയറി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിങ്കിൽ പോയി തിരികെത്തിച്ച് പ്രാർത്ഥിക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സമീപനം അവർ കോടതിയിൽ പോയി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജഡ്ജി അവർക്കൊരു ചെറിയ ആനുകൂല്യം ചെയ്തു കൊടുത്തു. ഈ വരുന്ന ആഴ്ചയിലെ 3-4 ദിവസം ഈസ്റ്റർ അടക്കം അവർക്ക് അവിടെ പോയി പ്രാർത്ഥിച്ച് തിരികെത്തിക്കാനുള്ള ഒരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞൊരു വിധിയുണ്ടായി. നമ്മൾ എന്താ ഇപ്പൊ കാണുന്ന കാഴ്ച? ആ പള്ളിയുടെ മുമ്പിൽ ഈ പാവങ്ങള് അവിടെ നിഷേധിക്കപ്പെട്ടിരിക്കും. ഇപ്പോഴും കോടതി വിധിയൊക്കെ ഉണ്ട്. ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല, ജില്ലാ ഭരണകൂടം ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണോ വേണ്ടത്? പക്ഷേ നിയമം പറയുമ്പോൾ ആ നിയമത്തിന് നേരെ തിരിഞ്ഞു നിൽക്കുന്ന സഭയുടെ മേലധികാരികൾ അവർ ചിന്തിക്കണം, എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്?